തിരുവനന്തപുരത്ത് സിഗരറ്റ് വലിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ പ്രതികളെ കടക്കാവൂർ പോലീസ് പിടികൂടി. മണമ്പൂർ സ്വദേശി ജെയിംസ് ഉണ്ണി, ലിജു എന്നിവരാണ് പിടിയിലായത്. കല്ലമ്പലം കരവാരം സ്വദേശി സുധീറിനെയാണ് ആക്രമികൾ ക്രൂരമായി മർദ്ദിച്ചത്. അക്രമി സംഘത്തിലുണ്ടായിരുന്ന ഷിബുവിനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ജൂലൈ 28 രാത്രി പെരുംകുളത്തെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് സുധീറിന് നേരെ ആക്രമണമുണ്ടായത്. ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ സിഗരറ്റ് വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. തുടർന്ന് മൂന്നംഗ സംഘം പട്ടിക കഷ്ണം കൊണ്ട് സുധീറിനെ തലക്കടിക്കുകയും ബിയർ കുപ്പി ഉപയോഗിച്ച് മുതുകിൽ കുത്തുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുധീറിനെ ആദ്യം വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കൂടുതൽ ചികിത്സ ആവശ്യമായി വന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതിക്രമം നടത്തി ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് വിപുലമായ അന്വേഷണമാണ് നടത്തിയത്. പ്രതികളിൽ ഒരാളായ ഷിബുവിനെ അടുത്ത ദിവസം തന്നെ പാലാംകോണത്തു നിന്ന് പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് കോട്ടയത്ത് വിവിധ സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ജെയിംസ് ഉണ്ണിയെയും OMR എന്ന് വിളിക്കുന്ന ലിജുവിനെയും പിടിക്കാൻ അന്വേഷണ സംഘം പലതവണ വലവിരിച്ചെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. നാട്ടിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രതികളെത്തുന്ന വിവരം ലഭിച്ച കടക്കാവൂർ പോലീസ് മഫ്തിയിലെത്തി പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. പിടിയിലായ ജെയിംസ് ഉണ്ണിക്കെതിരെ കടക്കാവൂർ, കല്ലമ്പലം, ആറ്റിങ്ങൽ സ്റ്റേഷനുകളിലും കേസുകളുണ്ടെന്നും ഇയാൾ കാപ്പ നിയമപ്രകാരം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.